16,008 കല്യാണമൊക്കെ കഴിച്ചു എന്ന് പറയുന്നൊരു കഥ എന്തിനാണ് ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഈ 8 എന്നത് ഹിന്ദു മതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരക്കമാണ്. നിങ്ങൾ ദുരിതം അനുഭവിക്കുന്നതിന് കാരണം മനസ്സിലുള്ള ദുരിതങ്ങളോ അല്ലെങ്കിൽ പുറമേ നടക്കുന്ന കാര്യങ്ങളോ അല്ല. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്കിപ്പോൾ കൃഷ്ണൻ അനുഗ്രഹിച്ചു എന്നെങ്ങനെ അറിയാം? അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്. കൃഷ്ണൻ പറയുന്നു, ശ്രീകൃഷ്ണ ഭഗവാൻ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നതാണ് ഇനി ഇന്നത്തെ ഒരു വിഷയം. സാധാരണ നമുക്ക് ഇവിടെ മനസ്സിലാവാത്തൊരു കാര്യമാണ് കൃഷ്ണൻ 16,008 കല്യാണമൊക്കെ കഴിച്ചു എന്നത്. സാധാരണ നമ്മൾ ചോദിക്കും, ഇത്രയൊക്കെ കെട്ടാൻ പറ്റുമോ മനുഷ്യർക്ക്? കെട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? 16,008 കല്യാണം ശരിക്കും കഴിച്ചിട്ടുണ്ടാവുമോ? 16,008 ഭാര്യമാരെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും കൃഷ്ണൻ കുടുംബജീവിതം നയിച്ചിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ? അപ്പോൾ ഇത്രയൊക്കെ കല്യാണം എന്താണ് നമ്മുടെ പുരാണങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ആർക്കൊരു വ്യക്തതയൊന്നുമില്ല. പിന്നെ നമ്മളൊരു കഥ വിശ്വസിക്കുന്നു എന്ന് മാത്രം. ഈ ഒരു വിഷയമാണ് നമുക്ക് ഇന്നിവിടെ കാണേണ്ടത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിൽ ആദ്യം ഒരു 8 വിവാഹത്തിൻ്റെ കഥ പറയുകയാണ്. പിന്നീടാണ് 16,000 കല്യാണം കഴിച്ചു എന്നുള്ള കഥ പറയുന്നത്. നമുക്കിതിനെ ഒന്ന് നോക്കാം. ഈ 8 കല്യാണം ആരൊക്കെയായിട്ടാണ് കൃഷ്ണൻ നടത്തിയതെന്നുള്ളത്. ഭാഗവതത്തിൽ ഇന്നലെ നമ്മൾ കണ്ടു രുക്മിണി സ്വയംവരം. അതിനുശേഷം പിന്നെ പണ്ട് ദ്വാരകയിൽ സത്രാജിത്ത് എന്ന് പറയുന്ന ഒരാൾ, യാദവൻ, നിരന്തരമായ സൂര്യോപാസനയിലൂടെ സൂര്യനെ പ്രകടമാക്കി അദ്ദേഹത്തിന് സൂര്യനിൽ നിന്നും കിട്ടിയ ഒരു രത്നമാണ് സമന്തക മണി രത്നം. 8 ഭാരം സ്വർണത്തെ ഇരട്ടിപ്പിക്കാൻ സാധിക്കുന്ന, അതായത് ഡെയിലി 8 തൂക്കം, വേണമെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു 8 പവൻ സ്വർണം ഡെയിലി ഉണ്ടാവും. ഈ മണി വെച്ചെടുത്ത് 8 പവൻ സ്വർണം. ആലോചിച്ച് നോക്കൂ, മണി പ്രസവിക്കുക പറഞ്ഞാൽ മനസ്സിലായില്ലേ? അങ്ങനെ മണി ഇരട്ടിക്കുന്ന, ഇന്നിപ്പോൾ അങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ ഇല്ലേ? 100 ഇട്ടാൽ 200 ആക്കി തരാമെന്നൊക്കെ പറയേണ്ട അവസാനം 100 ഇല്ല, 200 ഇല്ലാത്ത പോലെ ഇവിടെ ഈ സ്വർണം വെച്ച് കഴിഞ്ഞാൽ സമ്പത്ത് കൂടി 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 വരും. അതാണ് സമന്തക മണി. അതിനൊരു തേജസ്സാണെങ്കിൽ അത്ര ഉഗ്ര തേജസ്. ഇപ്രകാരം സമന്തക മണി കൊണ്ട് സമ്പൽ സമൃദ്ധിയിലേക്കെത്തി ആര്? സത്രാജിത്ത്. ഒബ്വിയസ്ലി, കാരണം ഇത്രയും സമ്പത്തുണ്ടാക്കുന്ന ഒരാളെങ്ങനെ സമ്പന്നരാവാതിരിക്കും? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്രയും അദ്ദേഹത്തിന് ധാരാളിത്തം. അദ്ദേഹം സ്വർണ്ണ കിരീടമൊക്കെ വെച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ ധാരാളം ഇട്ട് അതിങ്ങനെ സൂര്യനെ പോലെയൊക്കെ ഇങ്ങനെ നടക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ആളുകൾ പറഞ്ഞു, സൂര്യദേവൻ വരുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഒരിക്കൽ അവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ഭഗവാനെ സൂര്യദേവൻ വരുന്നുണ്ട്. ഭഗവാൻ പറഞ്ഞു, അത് നമ്മുടെ സത്രാജിത്താണ്. ഭഗവാൻ വലിയ വിലയൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ സത്രാജിത്ത് വന്ന് തൻ്റെ മഹത്വം, ആ മണിയുടെ കേമത്വമൊക്കെ അങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ പറഞ്ഞു, സത്രാജിത്തെ, ഈ മണി കയ്യിൽ വെക്കുന്ന ഒട്ടും ശരിയല്ല. പ്രത്യേകിച്ചെന്ന് കേരളത്തിൽ മണി കഴുത്തിലിട്ടാൽ കഴുത്തിൻ്റെ മണി കളയും ആൾക്കാർ. കാരണം സ്വർണത്തിന് അത്ര വില കൂടിയിരിക്കുന്ന കാലമാണ് അല്ലേ? ഇന്നിപ്പോൾ സ്വർണം കാരണം കഴുത്തിൻ്റെ സുരക്ഷിതത്വം കുറഞ്ഞു വരികയാണ്. ആണോ? എന്താണെന്നും വേണ്ടാത്തത്. അപ്പോൾ ഇവിടെ ഈ കല്യാണമൊക്കെ നടക്കുന്ന സമയത്ത് ആഭരണമൊക്കെ ഇട്ടിട്ട് കല്യാണമൊക്കെ നടക്കുമ്പോണ്ടല്ലോ, ഒരു വശത്ത് പേടി ഇതും കൊണ്ട് വീട്ടിലെത്തുമെന്നുള്ളതാണ്. കാരണം ഇത്രയും സ്വർണമൊക്കെ കഴുത്തിലിട്ട് നടക്കുമ്പോൾ ആരൊക്കെയാണ് ക്യാമറ, മറ്റേ ക്യാമറയ്ക്ക് കുഴപ്പമില്ല, മനുഷ്യൻ്റെ കണ്ണിൻ്റെ ക്യാമറ എവിടേക്കാണ് പതിയണമെന്ന് അറിയില്ല. മനസ്സിലായില്ല? അതുകൊണ്ട് ഇന്നിപ്പോൾ സ്വർണത്തിന് വില കൂടുന്തോറും സ്ത്രീകളുടെ ആയുസിൻ്റെ ബലം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ സത്രാജിത്തിന് സമ്പത്ത് കൂടിയപ്പോൾ അതിൻ്റെ ഒരു അഹങ്കാരം. അപ്പം ഭഗവാൻ വളരെ സോഷ്യലൈസ്ഡ് പറഞ്ഞു, സത്രാജിത്തെ, ഇത് സ്വന്തം കൊട്ടാരത്തിൽ വെക്കുന്ന, വീട്ടിൽ വെക്കുന്നേക്കാളും നല്ലത് രാജാവിനെ ഏൽപ്പിച്ചാൽ
ഇതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് മൊത്തം കിട്ടില്ലേ? അത് രാജാവിനെ ഏൽപ്പിക്കല്ലേ സുരക്ഷിതത്വം എന്നൊക്കെ പറഞ്ഞ് സത്രാജിത്തിനൊരു ക്ലാസ്സൊക്കെ എടുത്തു. അപ്പം സത്രാജിത്ത് പറഞ്ഞു, ഞാൻ കഷ്ടപ്പെട്ട് തപസ് ചെയ്തത് രാജാവിന് കൊടുക്കാനല്ല, എൻ്റെ കാര്യങ്ങൾ നടത്താനാണ്. അതുകൊണ്ട് ഈ മണി എവിടെ ഉണ്ടാവും? എൻ്റെ വീട്ടിലുണ്ടാവും. ഭഗവാൻ പറഞ്ഞു, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്നൊക്കെയാണ്, അതുകൊണ്ട് സൂക്ഷിച്ചാൽ നിനക്ക് നല്ലതാണ്. ഇത് കേട്ടപ്പോൾ സത്രാജിത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്താ അറിയോ? നീ കക്കാഞ്ഞാൽ മതി എന്ന്. കാരണം കൃഷ്ണ, നിൻ്റെ ചരിത്രമൊന്നും അത്ര ശരിയല്ല. ബയോഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെണ്ണ കട്ടു, പാല് കട്ടു, വസ്ത്രം കട്ടു. ഇപ്പോഴാണെങ്കിൽ രുക്മിണിയെയും കട്ടിട്ടാണ് കൊണ്ടുവന്നത്, ഒന്നും നേരെ ചൊവ്വേ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് രുക്മിണി വന്ന സ്ഥിതിക്ക് ഇപ്പം മണിക്ക് ഇത്തിരി ഡിമാൻഡ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് കൃഷ്ണ ദൈവിചാരിച്ച് ഇത് മാത്രം കക്കരുതെന്ന്. ആര്? സത്രാജിത്ത്. ഭഗവാൻ പറഞ്ഞു, എനിക്കെന്തിനാ നിൻ്റെ മണി? ഞാൻ രാജാവിന് കൊടുക്കാൻ പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ല, ജനങ്ങളുടെ മൊത്തം നന്മയ്ക്കാണ്. ഭഗവാൻ വലിയ ശരിക്കുള്ള കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരെ പോലെയല്ല. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ അവരെ പോക്കറ്റിലേക്ക് എന്താക്കാൻ പറ്റുമെന്ന് അവർ നോക്കുന്നത്. അന്നത്തെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് എന്തുപകാരം ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നവരായിരുന്നു. അങ്ങനെ ഭഗവാൻ ഇതൊക്കെ പറ സത്രാജിത്ത് പോയി. സത്രാജിത്തിൻ്റെ സഹോദരനായിരുന്നു പ്രസേനൻ. പ്രസേനൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, ജ്യേഷ്ഠ ആ മണിയൊന്ന് തരുമോന്ന്. എന്തിനാടാ? അല്ല, എനിക്കൊന്ന് കാട്ടിൽ മൃഗയാ വിനോദത്തിന് പോകണം. അപ്പോൾ ഈ മണിക്കൊരു പ്രത്യേകത ഉണ്ട്, ഇതിൻ്റെ പ്രകാശം കൊണ്ട് ഇരുട്ടിൽ അത് വെളിച്ചം കാണിക്കും. അതായത് ഹെഡ് ലാമ്പ് പോലെ അതൊരു വെളിച്ചം കൊടുക്കും. അതുകൊണ്ട് കാട്ടിൽ എവിടെ പെട്ടാലും ഈ വെളിച്ചം കൊണ്ട് പുറത്ത് വരാം എന്ന് മനസ്സിലാക്കിയിട്ടാണ് പ്രസേനൻ പറയുന്നത്, എനിക്ക് ആ മണി ഒന്ന് തരുമെന്ന്. ജ്യേഷ്ഠൻ അന്നത്തെ കാലത്ത് സഹോദരൻ ഉള്ള ബന്ധങ്ങളൊക്കെ വളരെ തീവ്രമായിരുന്നു. ഇന്നാണെങ്കിൽ കൊടുക്കുമോ? ഇന്നിപ്പോൾ സഹോദരൻ വന്ന് ചോദിച്ചാൽ പറയും, നിനക്ക് സാഹോദര്യം നിലനിൽക്കണേ, അത് മാത്രം ചോദിക്കരുതെന്ന്. ഇപ്പൊക്കെ എന്ത് വേണമെങ്കിൽ ചോദിച്ചോ, പണത്തിൻ്റെ മുകളിലുള്ള ഇടപാടില്ല എന്ന്. അപ്പം ഇവിടെ ചോദിച്ചതും കൊടുത്തു. പ്രസേനൻ ഇത് കഴുത്തിൽ കെട്ടിക്കൊണ്ട് നേരെ കാട്ടിൽ പോയി. ആ പ്രസേനൻ്റെ കഷ്ടകാലത്തിന് ഒരു പുലി ചെന്ന് പ്രസേനനെ പിടിച്ചു കൊന്നു. പ്രസേനൻ്റെ ശരീരവും വലിച്ച് പുലി പോകുന്നു. കുരങ്ങന്മാർ ഈ കാഴ്ച കണ്ട് കാട്ടിലെ ഗുഹയിൽ താമസിച്ചു കൊണ്ടിരുന്ന ജാംബവാനെ ഈ വിവരം അറിയിച്ചു. അപ്പം അന്ന് ജാംബവാൻ അവിടെ അടുത്തൊരു ഗുഹയിലുണ്ട്. ജാംബവാൻ വന്ന് പുലിയെ കൊന്ന് ആ സത്രാജിത്തിൻ്റെ സഹോദരൻ പ്രസേനൻ്റെ കഴുത്തിലുണ്ടായിരുന്ന കരം മരിച്ചു കിടക്കുകയാണ്. ആ മണിയൊക്കെ ഊരി കൊണ്ടുപോയി ജാംബവാൻ വളർത്തിക്കൊണ്ടിരുന്ന, അതോ ജാംബവാനെ പുത്രിയാവാൻ വഴിയില്ല, കാരണം കരടിയുടെ കുട്ടിയെ കൃഷ്ണൻ കല്യാണം കഴിച്ചു പറഞ്ഞാൽ അതിത്തിരി ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും വളർത്തിക്കൊണ്ടിരുന്ന പെൺകുട്ടിയായിരുന്നു ആര്? ജാംബവതി. ജാംബവതിയുടെ കഴുത്തിലിട്ട് കൊടുത്തു. ജാംബവതി നോക്കുമ്പോൾ നല്ലൊരു മണി, ഒരു ചിലവില്ലാതെ വന്നിരിക്കുകയാണ്, ഒരു പൈസയില്ലാതെ. ഇങ്ങനെ മണിയൊക്കെ കഴുത്തിലിട്ട് ജാംബവതി ഒരു ഭാഗത്ത്. ഇവിടെയാണെങ്കിലോ സത്രാജിത്ത് നോക്കുമ്പം ബ്രദർ കാണുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, അനിയനെ കാണുന്നില്ല. സത്രാജിത്ത് എനിക്ക് തോന്നണോ സ്ക്രിപ്റ്റ് റൈറ്ററാണോ സംശയമുണ്ട്. സ്വന്തമായിട്ട് അങ്ങോട്ട് എഴുതിണ്ടാക്കി, ഈ മണി കക്കാൻ വേണ്ടി കൃഷ്ണൻ എൻ്റെ സഹോദരനെ കൊന്നു. അങ്ങനെ അങ്ങോട്ട് പ്രചാരം നടത്തി. എല്ലാവരും പറയാൻ തുടങ്ങി, കൃഷ്ണൻ പ്രസേനനെ കൊന്ന് മണി കട്ടു. എവിടെ നോക്കിയാലും മണി കട്ടു, മണി കട്ടു. എന്തിനാ നോക്കൂ നിങ്ങൾ? ബലരാമസ്വാമിക്ക് പോലും കൃഷ്ണനിൽ സംശയം വന്നു. എല്ലാവരും പറയണോ നീ കട്ടുവെന്ന്. ശരിക്കും നീ കട്ടുവോ കൃഷ്ണ എന്ന്? ജ്യേഷ്ഠ, എനിക്ക് ആ മണിയുടെ വല്ല ആവശ്യമുണ്ടോ? ഞാനത് കക്കുവോ? എനിക്ക് ആവശ്യമില്ല, ഞാൻ കട്ടിട്ടില്ല. പക്ഷെ എല്ലാവരും നിൻ്റെ പേരിലാണല്ലോ കട്ടു 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 പറയുന്നത്. അതിലെന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം ഉണ്ടാവാതിരിക്കില്ലേ എന്ന് എനിക്കൊരു സംശയം. നോക്കണം, സാക്ഷാൽ ബലരാമസ്വാമിക്ക് പോലും കൃഷ്ണൻ്റെ പേരിൽ സംശയം വന്നു. കൃഷ്ണ നീ തന്നെ ഇത് തെളിയിക്കണം, നീ തെളിയിക്കണം എന്ന് പറഞ്ഞ് സത്രാജിത്തിനോട് ഭഗവാനോട് സത്രാജിത്തിൻ്റെ മണി കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഭഗവാൻ കാട്ടിപ്പോയി കുറച്ച് ആൾക്കാരെയൊക്കെ കൊണ്ട് എവിടെ എന്ത് പിടികിട്ടണോ പോയി 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 പോയി. പിന്നെയാണ് ഒരു ദുർഗന്ധമൊക്കെ. അപ്പം മനസ്സിലായി ഏതോ ബോഡി ചീഞ്ഞളിഞ്ഞ് കിടക്കുകയാണ്. ചെന്ന് നോക്കുമ്പം പുലിയുടെ ബോഡി കിടക്കണോ, അപ്പുറത്ത്
പ്രസേനൻ്റെ ശരീരം. അങ്ങനെ നോക്കി 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 ഇതെവിടെ പോയി. അങ്ങനെ കുരങ്ങന്മാരുടെയും ഈ കരടിയുടെയൊക്കെ അല്ലെങ്കിൽ ജാമ്പവാൻ്റെയൊക്കെ പാതയടികളൊക്കെ കണ്ട് അതിനെ പിന്തുടർന്ന് ഗുഹയിലെത്തുന്നു. അവിടെ എത്തുമ്പോഴാണ് ഗുഹയ്ക്കകത്ത് ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ ഈ മണി. ഭഗവാന് സമാധാനം, കണ്ടുപിടിച്ചല്ലോ, സാധനം ഇനി കിട്ടിയാൽ മതി. ഭഗവാൻ അവളോട് പറഞ്ഞു, മോളെ ഈ മണി തിരിച്ചു തന്നോളൂ, ഇതിൻ്റെ ഉടമസ്ഥൻ എൻ്റെ പേരിൽ ഇല്ലാത്ത കഥ പറഞ്ഞു നടത്തുന്നുണ്ട്, ഇതെത്രയും വേഗം ഉടമസ്ഥനെ ഏൽപ്പിക്കണമെന്ന്. ഇവള് നേരെ ഗുഹയ്ക്കകത്ത് എന്ന് അവിടെയാണ് ജാമ്പവാൻ ഇരിക്കുന്നത്. ജാമ്പവാനോട് പറഞ്ഞു, കറുത്തിട്ട് ഒരുത്തം വന്നിട്ടുണ്ട് എന്ന്, മണി വേണത്രേ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ജാമ്പവാൻ ഇറങ്ങി വന്ന് കൃഷ്ണനോട് പറയണം, നിങ്ങളാണിതിൻ്റെ ഉടമസ്ഥൻ എന്നുള്ളതിന് എന്താ തെളിവ് എന്ന്. ഇത് അമ്പലത്തിൽ പണ്ട് ഒരു സ്ത്രീയുടെ പാദസരം പോയപ്പോൾ അവിടെ അനൗൺസ്മെൻറ്റിൽ വിളിച്ചു പറയാണ്, ഒരു പാദസരം വീണ് കിട്ടിയിട്ടുണ്ട്, തെളിവ് സഹിതം, അതായത് കാല് സഹിതം ഇവിടെ വരണം എന്ന്. കാരണം ഒരു പാദസര കിട്ടിയത്, മറ്റേ കാലിൽ ഈ പാദസരം ഉണ്ടോ നോക്കാൻ വേണ്ടി തെളിവിന് ഏത് സഹിതം വരണം, കാല് സഹിതം വരണം എന്നാണ്. എന്ന് അനൗൺസ് ചെയ്തതുപോലെ ഇവിടെ എന്താ വേണ്ടത്, തെളിവ് വേണമെന്ന്. ഭഗവാൻ പറഞ്ഞു, ഇതിലെന്താ തെളിവ്, നിങ്ങളുടെ അല്ലല്ലോ, നിങ്ങളുടെ ആണെങ്കിൽ സമ്മതിക്കാം, ഇതിൻ്റെ ഉടമസ്ഥൻ സത്രാജിത്താണ്, എൻ്റെ പേരിൽ ഇല്ലാത്ത അപഖ്യാതിയുണ്ട്, കുറ്റപ്പെടുത്തലുണ്ട്, അതുകൊണ്ട് ഇത് തരണമെന്ന്. അപ്പം ജാമ്പവാൻ പറയാണ്, ഇത് ഉടമസ്ഥൻ നിങ്ങളാണെങ്കിൽ എന്നെ ദ്വന്ദ്വയുദ്ധത്തിൽ തോൽപ്പിച്ചാൽ ഇത് തരാമെന്ന്. നോക്കണം, ഇനിയിപ്പോൾ ഈ മണി കിട്ടണമെങ്കിൽ അടിയും കൊടുക്കണം. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ രണ്ടുപേരും, ദ്വന്ദ്വയുദ്ധം എന്ന് പറഞ്ഞാൽ ഗുസ്തി, അങ്ങനെ രണ്ടുപേരും ഗുസ്തി മത്സരത്തിൽ തയ്യാറായി. ആര് വീഴുന്നോ അവർ തോറ്റു. അങ്ങനെ ഗുസ്തി മത്സരം, അത് രസമാണത്. രാവിലത്തെ ചായയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഈ ആര് കൊടുക്കണം, ജാമ്പവാൻ കൊടുക്കാം, അല്ല വേറെ വഴിയില്ല, ഹോട്ടലൊന്നും ഇല്ലല്ലോ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ ചോറും ആര് കൊടുക്കണം, ജാമ്പവാൻ കൊടുക്കണം. വൈകുന്നേരത്തെ വടയും ചായയും അതും ജാമ്പവാൻ കൊടുക്കണം. രാത്രിത്തെ ചപ്പാത്തിയും കുറുമിയും എല്ലാം ജാമ്പവാൻ തന്നെ കൊടുക്കണം. പോരാത്തതിന് ഇടിയും. ഇങ്ങനെ 1, 2, 3 ഇടിയല്ല, ദിവസം തുല്യാതുല്യം, ആരും വീഴുന്നില്ല, രണ്ടുപേരും അത്ര തുല്യരാണ്. 26 ദിവസം യുദ്ധം നീണ്ടു എന്നാണ്. അപ്പം എത്ര ചപ്പാത്തി കഴിച്ചിട്ടുണ്ടാവണം കൃഷ്ണൻ അവിടുന്ന്? 26 ദിവസം ബലാബലം. 27ാമത്തെ ദിവസം ഭഗവാൻ മലർത്തി അടിച്ച് ജാമ്പവാൻ. അപ്പോഴേക്കും ജാമ്പവാനുണ്ടല്ലോ പൊട്ടി കരഞ്ഞു. വീണതിനല്ല, പറയാണ്, എന്നെ വീഴ്ത്താൻ ഇവിടെ കഴിയുന്ന ഒരേ ഒരാൾ എൻ്റെ രാമനല്ലാതെ വേറെ ആരുമല്ല, അങ്ങ് തന്നെ ആവണം ആ രാമൻ. ആരാണ് അങ്ങ് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ രാമഭാവം കാണിച്ചു കൊടുത്തു എന്നാണ്. ഇതും കൂടി കണ്ടപ്പം കാൽക്കലൊക്കെ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, ലോകത്തിലേതെങ്കിലും ഭക്തൻ ഇടിച്ചു പൂജിച്ചിട്ടുണ്ടാവുമോ? ഇടിച്ചു പിഴിഞ്ഞ പായസം കൊണ്ട് പൂജിച്ചിട്ടുണ്ടാവും. പക്ഷേ ഭഗവാനെ ഇടിച്ചു പൂജിച്ച ആദ്യത്തെ ആളാണ് ആര്? ജാമ്പവാൻ. ഭഗവാൻ പറഞ്ഞു, അത് സാരല്ലേ, ആയുർവേദത്തിൻ്റെ ചികിത്സ അല്ലേ, കിഴി പിടിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ. ഇതുപോലെ ഒരു 27 ദിവസം 26 ദിവസത്തെ കിഴിപിടുത്തം പോലെ ഇരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഭഗവാൻ പറഞ്ഞു, ആ മണി തന്നേക്കൂ, ഞാൻ ഇത് കൊണ്ടു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. അയ്യോ ഭഗവാനെ, മണി മാത്രമാവരുത്, ഞാൻ മണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഇവളെയും കൂടെ അങ്ങ് സ്വീകരിക്കണമെന്ന്. അവിടെ അതിലൊരു മാലയൊക്കെ കൊടുത്ത് ആ മാല കൃഷ്ണൻ്റെ കഴുത്തിലിട്ട് കൊടുത്തു. ഭഗവാൻ കുതിരപ്പുറത്ത് തിരിച്ചു പോന്നു. ആ പെൺകുട്ടിയും കൂട്ടി മണിയും കൊണ്ട് വരികയാണ്. കൂടെ പോയവരെപ്പോഴും സ്ഥലം വിട്ട് കളഞ്ഞു. വേറെ നോക്കുമ്പോൾ അവരുടെ അഡ്രസ്സ് ഇല്ല. കാരണം അവർക്ക് പേടി ഗുഹയ്ക്കകത്ത് എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. 27 ദിവസം കൃഷ്ണനെ കാണാൻ ദ്വാരകാവാസികളൊക്കെ വളരെ വിഷമത്തിലായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് കൃഷ്ണൻ്റെ വരവ്. കൃഷ്ണൻ്റെ വരവ് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. രുക്മിണീദേവി മാത്രം ഒരു നോട്ടം, ഒറ്റയ്ക്കല്ലേ പോയത്,
ഇപ്പോഴാണെങ്കിൽ ആരുണ്ട് കൂടെ? ആരുണ്ട്? ജാമ്പവതിയാണ്. ഭഗവാനോട് ചോദിച്ചു, എന്താ ഭഗവാനെ കാണുന്നതെന്ന്. പറഞ്ഞു, ദേവി, ഞാൻ സത്യത്തിൽ മണി കൊണ്ടുവരാൻ വേണ്ടി പോയതാ, പക്ഷെ ഇത് ഫ്രീ കിട്ടി അതിൻ്റെ കൂടെ. അത് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ ഒഴിവാക്കാൻ പറ്റുമോ? ജാമ്പവാൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു, ഇനി എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ജാമ്പവതിയെ കൂടെ കൂട്ടി. അതൊക്കെ കഴിഞ്ഞ് ഈ ഭഗവാൻ ബലരാമസ്വാമി പറഞ്ഞു, ഇതെത്രയും വേഗം സത്രാജിത്തിൻ്റെ അടുത്ത് എത്തിച്ചോണം, കാരണം ഇനിയൊരു ചീത്തപ്പേരുണ്ടാവരുത്. സത്രാജിത്തിൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തു. സത്രാജിത്തെ, സംഭവം ഇതൊക്കെ ഉണ്ടായത്, എൻ്റെ പേരിൽ എന്തിനാ ഈ വെറുതെ ഇല്ലാത്തത് പറഞ്ഞ് പരത്തിയത്? അതല്ലേ കുഞ്ചൻ നമ്പ്യാരെ മനോഹരമായിട്ട് എഴുതി വെച്ചതല്ലേ? ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷൻ, ഉള്ള കാലം കാരാസ്കരത്തിൻ കുരു പാലിലിട്ടാൽ. ഇതൊക്കെ അറിയുന്നവരാണല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെക്കുറിച്ച് എന്തിനാ ഈ പരാതികളൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടുകഥകളൊക്കെ ഉണ്ടാക്കിയത്? സത്രാജിത്ത്, മാപ്പ് കൃഷ്ണ, മാപ്പ് മാപ്പ് മാപ്പ്, ഇനി എന്നോട് ക്ഷമിക്കണം. ഇതൊക്കെ കഴിഞ്ഞ് കൃഷ്ണനോട് പറയാ, എനിക്കൊരു പ്രായച്ചിത്തം ചെയ്യണമെന്ന്. അതെന്താവോ? അകത്തേക്ക് നോക്കിയൊരു വിളി, സത്യേതൊരു വിളി. ആ സത്യയുടെ കയ്യിൽ ഒരു മാലയൊക്കെ കൊടുത്ത് സത്യയോട് പറഞ്ഞു, കഴുത്തിലിട്ടോളൂ എന്ന്. ആരുടെ? കൃഷ്ണന്റെ കഴുത്തിൽ. ഒരു ഫ്രീ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, ഇതിപ്പോൾ രണ്ടാമത്തതുമായി. അങ്ങനെ സത്യഭാമയെയും കൃഷ്ണൻ അവിടുന്ന് സ്വീകരിക്കുകയാണ്. സത്രാജിത്ത് മണിയും കൂടെ കൊടുത്തപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇനി അത് വേണ്ട, കാരണം ആ മണി കൊണ്ട് ഇത്രയായിട്ടുണ്ടെങ്കിൽ ഇനി ഇത് വല്ലവരൊക്കെ കൊണ്ടുപോയാൽ എനിക്ക് ഈ കലക്ഷൻ തന്നെ പണിയുണ്ടാവുള്ളൂ, 2 ധാരാളം മതി. അങ്ങനെ പിന്നെ സത്രാജിത്തിൻ്റെ മണി പിന്നെ അവിടെ നിന്ന് ശതധന്വൻ കൊണ്ടുപോകുന്നതും അക്രൂരൻ്റെ കയ്യിൽപ്പെടുന്നതും സത്രാജിത്തിനെ കൊല്ലുന്ന കഥകളൊക്കെ ഉണ്ട്. ഏതായാലും ആ സെമന്തകമണി കാരണം കൃഷ്ണൻ 2 കല്യാണം കഴിച്ചു. അതൊക്കെയാണ് ആര്? ജാമ്പവതിയും സത്യഭാമയും. എന്നാ ഇവിടം കൊണ്ട് തീർന്നോ കൃഷ്ണന്റെ പ്രശ്നം? ഇല്ല. എനിക്ക് തോന്നുന്നു ഭഗവാൻ പണ്ട് തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് കാണാൻ പോയി എന്നൊരു സംശയം. അന്ന് അവിടെ ഒരു രാജാവുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് നഗ്നജിത്ത് എന്നായിരുന്നു. ഇദ്ദേഹത്തിന് ഒരേ ഒരു മകളായിരുന്നു. ഈ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ അന്ന് ഈ വീര്യശുൽക്കം എന്ന് പറയും, അതായത് വീരന്മാരായ ക്ഷത്രിയന്മാരെ കണ്ടെത്താൻ പരീക്ഷണങ്ങൾ നടത്തും. വില്ല് പൊട്ടിക്കുക, അങ്ങനെയൊക്കെയാണല്ലോ ഓരോ. ഇവിടെ എന്താ പരീക്ഷണം വെച്ചാൽ, ഒരു മൈതാനത്തിലേക്ക് പടുകൂറ്റൻ കാളകളെ അഴിച്ചുവിടുക. ആരെ? കണ്ട ഭയം വരുന്ന കാളകളെ, കൂറ്റൻ കാളകളെ. ഇതിൻ്റെ മൂക്കിൻ്റെ അവിടെ കെട്ടി ഈ കാളകളെ കയറുകൊണ്ട് കെട്ടിയിടണം. കയറൊക്കെ കൊടുക്കും. ഭഗവാൻ കാണാൻ പോയതാ വാസ്തവത്തിൽ എങ്ങനെ ഉണ്ടാവും ഈ പരിപാടി എന്നുള്ളത്. അവിടെ ചെന്ന് നോക്കുമ്പം ഇതിൽ പങ്കെടുക്കാൻ എന്ന് വെച്ചാൽ ഈ രാജാവിൻ്റെ മകളെ കെട്ടാൻ, രാജാവിന് ഒരുപാട് സമ്പത്തുണ്ട്, അത് കൊതിച്ചു വന്നവരൊക്കെ കാളയുടെ കൊമ്പിലും കുറേയൊക്കെ കാള തൂക്കി എറിഞ്ഞിട്ടും അവിടെ രാജാക്കന്മാർക്ക് പെൺകുട്ടി വേണ്ട, ജീവൻ മതി എന്നുള്ള അവസ്ഥയിലാണ്. കാളകളെ അടുത്തേക്ക് അവർക്ക് എത്താൻ പറ്റണ്ടേ? ഇത്ര ഒരു ഭീകരന്മാരെ കാളകൾ. കൃഷ്ണൻ എന്ത് ചെയ്തു അറിയില്ല, ശർക്കര കൊണ്ടുവരുന്നു എന്നറിയില്ല. എങ്ങനെയൊക്കെയോ ഈ കാളകളെ പതുക്കെ മയക്കി ഇതിൻ്റെയൊക്കെ മൂക്ക് കെട്ടി കയറെടുത്ത് കെട്ടിയപ്പോൾ ഈ രാജാവ് വന്ന് മകളുടെ കയ്യിൽ മാല കൊടുത്ത് കൃഷ്ണൻ്റെ കഴുത്തിലിട്ടു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം രുക്മിണി ദേവി ചോദിച്ചു, എന്താ ഭഗവാനെ? ഭഗവാൻ പറഞ്ഞു, വേറൊന്നുമില്ല, ഞാൻ കാളയെ കെട്ടിയപ്പോൾ ഇവിടെ എന്നെ കിട്ടിയെന്ന്. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു കാളയെ കെട്ടാൻ പോയി പെണ്ണ് കെട്ടി വന്ന ആളാണ് ആര്? കൃഷ്ണൻ. അവളുടെ പേരായിരുന്നു സത്യ. എന്നാ അവിടം കൊണ്ട് തീർന്നു? അതുമില്ല. ഭഗവാന്റെ അച്ഛൻ്റെ സഹോദരിയായിരുന്നു രാജാതിദേവി. അവരുടെ മകളായിരുന്നു മിത്രവിന്ധ്യ. ഇവള് പറഞ്ഞു, ഒരു ദിവസം കൃഷ്ണൻ നോക്കുമ്പോൾ പോസ്റ്റ്മാൻ കത്ത് കൊണ്ടു കൊടുക്കണം. അതിലിവൾ എഴുതിയിരിക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണൻ ചേട്ടന്, അവളുടെ ചേട്ടൻ്റെ തുല്യമാണ് കൃഷ്ണൻ, എന്നെ ഇങ്ങനെ ദുര്യോധനന് കൊടുക്കണം എന്നൊക്കെ ഒരു ചർച്ച വരുന്നുണ്ട്. ദൈവവിചാരിച്ച് എന്നെ ദുര്യോധനൻ്റെ കയ്യിലേക്ക് വീഴാൻ അനുവദിക്കരുത്, അവിടെ നിന്ന് എന്നെ എത്രയും വേഗം കൊണ്ടുപോകണമെന്ന്. ഇത് കേട്ട ഭഗവാൻ നേരെ കുതിരയെടുത്ത് പോയി
അവിടെ ചെന്ന് അവളെയും കൂട്ടി ഇങ്ങോട്ട് പോകുന്നു. രുക്മിണി ദേവി ചോദിച്ചു, എന്തായി കാണുന്നതെന്ന്. അവൾക്ക് ഞാനേ ഉള്ളൊരു ശരണം. അങ്ങനെ അവളെയും കൂട്ടി. ഇതുപോലെ കൃഷ്ണൻ്റെ അച്ഛൻ്റെ മറ്റൊരു സഹോദരിയുടെ മകളായിരുന്നു ഭദ്ര. അവളെയും ഇതുപോലെ കൊണ്ടുപോകുന്നു. പിന്നീട് ഒരിക്കൽ ഭഗവാൻ രാവിലെ മോർണിംഗ് വാക്കിന് പോയതായിരുന്നു അർജുനൻ്റെ കൂടെ. ഭഗവാനുണ്ട് ഈ മോർണിംഗ് വാക്കൊക്കെ. അർജുനനും ഭഗവാനും കാളിന്തി തീരത്തിലൂടെ അങ്ങനെ കാറ്റ് കൊണ്ട് പോകുമ്പോഴാണ് ഒരു കുട്ടി അങ്ങനെ നട്ടലൊക്കെ നിവർന്നിരുന്ന് ശ്വാസമൊക്കെ വലിച്ച്, എന്ന് വെച്ചാൽ പ്രാണായാമമൊക്കെ ചെയ്ത് ധ്യാന നിരതയായിട്ടിരിക്കുന്നത്. അർജുനൻ ചെന്ന് ചോദിച്ചു, മോൾ ആരെ എന്തിനാ ധ്യാനിക്കുന്നത്, ആരാണ് എന്താണ്? അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വരനായി കിട്ടാൻ ഞാൻ തപസ് ചെയ്യാണ്. അപ്പം ഇത് കേട്ടപ്പോൾ അർജുനൻ ചോദിച്ചു, എന്നാൽ ഞാനായാൽ മതിയോ എന്ന്. അവളൊരാട്ട് വെച്ച് കൊടുത്തു. ഞാൻ കൃഷ്ണനെ അല്ലാത്ത ഒരാളെയും കിട്ടില്ല എന്ന്. ഉടനെ അർജുനൻ പറഞ്ഞു, എന്നാൽ പുറപ്പെട്ടോളൂ, കൂടെ വന്നിട്ടുണ്ട് എന്ന്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് കൊണ്ടു ചെന്നപ്പം ഭഗവാൻ വിചാരിച്ച അർജുനൻ കിട്ടിക്കൊണ്ടുവരികയാണെന്ന്. പറഞ്ഞു, കൃഷ്ണ ഈ കുട്ടി അങ്ങയെ കിട്ടാൻ വേണ്ടി തപസ് ചെയ്യാണ്, ഇതാ സ്വീകരിച്ചോളൂ പറഞ്ഞു. അർജുനൻ കാളിന്തിയെ കൃഷ്ണൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. തിരിച്ചു ചെന്നപ്പോൾ രുക്മിണി ദേവി ചോദിച്ചു, അങ്ങേക്ക് രാവിലെ നടക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. പോകുമ്പോഴൊക്കെ ഒറ്റയ്ക്കാണ് പോകുന്നത്, വരുമ്പോഴൊക്കെ. അപ്പോൾ ഭഗവാൻ പറയാണ്, ഈ കുട്ടി എന്നെ കിട്ടണം തപസ് ചെയ്തു, അർജുനനെ ഏൽപ്പിക്കുകയും ചെയ്തു, ഇനി മാറ്റാൻ പറ്റില്ലല്ലോ എനിക്ക്. ഇങ്ങനെ കാളിന്തിയെ കെട്ടി. ഇതും കഴിഞ്ഞ് ഭഗവാൻ പാവം ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചതാണ്. കൃഷ്ണൻ അവിടെ പങ്കെടുക്കാൻ പോയതാണ്. അന്ന് സ്വയംവരാണ്. അപ്പോൾ കെട്ടണം എന്ന് വിചാരിച്ച് വന്ന ആളുടെ ഒന്നും കഴുത്തിൽ ഈ പെണ്ണ് മാല ഇട്ടില്ല. പങ്കെടുക്കാൻ വന്ന കൃഷ്ണൻ്റെ കഴുത്തിൽ പോയി മാലയിട്ടു. ബലരാമസ്വാമി ചോദിച്ചു, എന്തായി കൃഷ്ണ ഈ കാണുന്നത്, ഒറ്റയ്ക്ക് പോവുക, വരുമ്പോൾ ഒരാളെ കൊണ്ടുവരിക. പറഞ്ഞു, ജ്യേഷ്ഠ ഞാൻ പങ്കെടുക്കാൻ പോയതാണ്, ഇവള് മാല കൊണ്ടുപോയിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്, കൊണ്ടുവരല്ല നിവൃത്തിയുണ്ടോ? അങ്ങനെ അവളെയും കൊണ്ടുപോകും. ഇപ്പം മൊത്തത്തിൽ എത്രയായി? വല്ല ബോധമുണ്ടോ നിങ്ങൾക്ക്? എണ്ണിയോ നിങ്ങൾ? എത്ര പേരായി? 8. ആരൊക്കെയാണ് ഇപ്പോൾ ആയത്? പേര് പറയാൻ പറ്റുമോ? രുക്മിണി പേര് ഇന്നലെ മുതൽ പറയാൻ തുടങ്ങിയതാ. സത്യഭാമയുടെ പേര് പറഞ്ഞു, ജാമ്പവതിയുടെ പേര് പറഞ്ഞു, മിത്രവിന്ധ്യ എന്നുള്ള പേര് പറഞ്ഞു, കാളിന്തി എന്നുള്ള പേര് പറഞ്ഞു, സത്യ എന്നുള്ള പേര് പറഞ്ഞു, ഭദ്ര എന്നുള്ള പേര് പറഞ്ഞു, ലക്ഷ്മണ. ഇങ്ങനെ 8 പേരെ കൃഷ്ണൻ കല്യാണം കഴിച്ചു. എന്നാൽ ഇവിടം കൊണ്ട് തീർന്നോ? തീർന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ നരകാസുരൻ എന്നൊരു അസുരൻ, നോക്കണം, ഇന്നിപ്പോൾ ഗിന്നസ് ബുക്കിൽ പേര് വരാൻ വേണ്ടി നോക്കുന്ന കാലമാണ്. 16,000 പെൺപിള്ളേരെ എവിടെ നിന്നൊക്കെയോ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ താമസിപ്പിച്ചു. അയാളുടെ ഹോസ്റ്റലിൻ്റെ വലിപ്പം നോക്കൂ നിങ്ങൾ. 16,000 പേരൊക്കെ താമസിക്കുക പറഞ്ഞാൽ എളുപ്പമാണോ? ഇവരൊക്കെ ഇയാൾ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുക, കെട്ടാൻ വേണ്ടിയിട്ട്. അവരെങ്ങനെയൊക്കെയോ ഒരാളെ ദൂതനൊക്കെ ആയിട്ട് കണ്ടുപിടിച്ച് കൃഷ്ണനോട് പറഞ്ഞു, ഞങ്ങളെ ഈ കാരാഗൃഹത്തിൽ നിന്നും രക്ഷിക്കണം കൃഷ്ണ, ഞങ്ങളെ അഭയം അഭയം എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണന് കത്തെഴുതി. ഭഗവാൻ പേടിച്ചു. കാരണം ഇത് 8 എണ്ണമല്ല, ഇതെത്രയാണ്? 16,000. ഭഗവാൻ എന്ത് ചോദിച്ചാൽ പോകുമ്പോൾ സത്യഭാമയും കൊണ്ടുപോയി. സാധാരണ ഒറ്റയ്ക്കാണ് പോവാറ്. ഇപ്രാവശ്യം തനിക്ക് തന്നെ ഒരു സുരക്ഷിതത്വം കണ്ടെത്താൻ ആരെയും കൂടെ കൊണ്ടുപോയി. അപ്പം പിന്നെ കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ ഭാര്യയും കൂടെ ഉണ്ടെന്നുള്ളത്. അതുമല്ല, ചിലപ്പോൾ സത്യഭാമ ഒരു നോട്ടമൊക്കെ നോക്കിയാലോ, ചിലപ്പോൾ അതോടുകൂടി കഴിഞ്ഞു കാര്യങ്ങളൊക്കെ. അവിടെ ചെന്ന് അവൻ്റെ പ്രാഗ്ജ്യോതിഷപുരം എന്ന രാജ്യം ആക്രമിക്കുന്നു. ശോണിതപുരം എന്ന കൊട്ടാരത്തിൽ ആക്രമണം നടത്തി മുരൻ എന്നവൻ്റെ പ്രധാനമന്ത്രിയെ വധിച്ച്, വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ആ യുദ്ധം പറയുന്നത്, ഞാൻ ചുരുക്കി പറയണമെന്ന് മാത്രം. അങ്ങനെ ഭഗവാൻ അവനുമായി നേരിട്ട് യുദ്ധം. അവൻ വളരെ കരുത്തനാണ്, അത്ര ശക്തിമാനായിരുന്നു. അവസാനം തൻ്റെ സുദർശന ചക്രം കൊണ്ട് ഭഗവാൻ നരകാസുരനെ വധിച്ച് ആ 16,000 പെൺകുട്ടികളെയും കാരാഗൃഹത്തിൽ നിന്നും മോചിപ്പിച്ചു. അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ ആരെയും പേടിക്കണ്ട, എല്ലാവരും പൊയ്ക്കോളൂ, സുരക്ഷിതരായി പൊയ്ക്കോളൂ, കൊണ്ടുവിടാൻ ഏർപ്പാടാക്കാൻ. അവരൊരെണ്ണം പോവില്ല. അവർ പറഞ്ഞു ഞങ്ങൾക്ക് പോണ്ടാന്ന്.
കാരണം ഇനി ഞങ്ങൾ പോയാൽ ഞങ്ങളെ ആരും സ്വീകരിക്കില്ല. പണ്ടത്തെ കാലം അങ്ങനെയാണ്, ഒരാളുടെ കസ്റ്റഡിയിൽ പോയാൽ ചാരിത്രത്തെ ആരും ഉൾക്കൊള്ളില്ല. അതുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനേ ഞങ്ങളെ കൈവിടരുത്, അഗതികൾ ഞങ്ങൾ ആശ്രയം തേടുന്നു, അവിടെ നിന്നല്ലാതെ ശരണമില്ല എന്നൊക്കെ. സത്യഭാമയുടെ മുഖത്തേക്ക് നോക്കി ഭഗവാൻ, ഓർഡർ കിട്ടണ്ടേ, കാരണം അല്ലെങ്കിൽ പിന്നത് പ്രശ്നമാവും. ഇപ്പം സത്യഭാമ പറഞ്ഞു, ഇപ്പം ലിസ്റ്റിൽ 8 സ്ഥിതിക്ക് വേണമെങ്കിൽ ലിസ്റ്റിൻ്റെ വലിപ്പം കൂട്ടാമെന്ന്. ഈ വോട്ടർ പട്ടികയൊക്കെ പുതുക്കുന്ന പോലെ ലിസ്റ്റിൽ എത്ര പേര് 1ഉം 2ഉം പേരാണോ? എത്ര? 16,000 പേര്. ഭഗവാൻ അവരെയൊക്കെ കൂട്ടി നേരെ ദ്വാരകയിലേക്ക് പുറപ്പെടുകയാണ്. ആരോ ചെന്ന് ബലരാമസ്വാമിയോട് പറഞ്ഞു, നമ്മളോട് യുദ്ധത്തിനായിട്ട് ഏതോ സൈന്യം വരുന്നുണ്ട് എന്ന്. ബലരാമസ്വാമി ഉടനെ സൈന്യത്തെയൊക്കെ തയ്യാറാക്കാൻ പറഞ്ഞപ്പോൾ ചോദിച്ചു, ആരാ സൈന്യത്തെ നയിക്കുന്നത്? പറഞ്ഞു, നമ്മുടെ സ്വന്തം കൃഷ്ണനാണെന്ന്. ഹേയ്, കൃഷ്ണൻ നമ്മുടെ നേരെ സൈന്യമായിട്ട്? ആരും വിഡ്ഢിത്തരം പറയണു. പട ഏതാ വെച്ചോ? പെൺപടയും. അങ്ങനെ 16,000-ലധികം സ്ത്രീകളെയും കൊണ്ട് ദ്വാരകയിലേക്കൊരു വരവ്. ആ ദ്വാരകയിലേക്ക് എത്തിയപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ രുക്മിണീ ദേവി ബോധം കെട്ടുമെന്നൊരു സംശയം. ഇതുവരെ 1ഉം 2ഉം വെച്ചുള്ള കളിയായിരുന്നു ഇത്. കാരണം ഇവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കി കൊടുക്കും? നിങ്ങൾക്ക് തോന്നുന്നു ദോശ ഇവർ കഴിച്ചിട്ടുണ്ടാവുന്നത്? 16,000 പേർക്ക് ദോശ ഉണ്ടാക്കൽ എളുപ്പമാണോ? ഞാൻ നോക്കുമ്പോൾ ആകെ 2 സാധനം ഉണ്ടാവാണല്ലോ, ഒന്നുകിൽ റവയുടെ ഉപ്പുമാവും അല്ലെങ്കിൽ കഞ്ഞിയും. അല്ലാതെ പുട്ടും കടലയൊക്കെ ഇവർക്കുണ്ടാക്കി. ഇടിയപ്പം അതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുമോ? അല്ലേ? അന്നത്തെ കാലത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീകൃഷ്ണ ഭഗവാനൊന്ന് ഷോപ്പിങ്ങിന് പോകുന്ന രംഗം ആലോചിച്ച് നോക്കൂ. ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? കൃഷ്ണനെ ആരെങ്കിലും കുടുംബസമേതം കൃഷ്ണ അവിടുന്ന് കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞാൽ വിളിച്ചവരുടെ ജീവിതം അതോടുകൂടി തീർന്നിട്ടുണ്ടാവും. 16,000 പേരെയും കൊണ്ട് കൃഷ്ണൻ യാത്ര ചെയ്യുന്ന ആലോചിച്ച് നോക്കും. നമ്മുടെ ഇന്ത്യൻ ട്രെയിനിലാണെങ്കിൽ 1,500 പേരേ കൊള്ളുള്ളൂ. കൃഷ്ണൻ ഒന്ന് ഡൽഹി വരെ പോകണമെങ്കിൽ എത്ര ട്രെയിൻ വേണ്ടി വരും? ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക, കൃഷ്ണൻ്റെ ഒരു ജീവിതം എങ്ങനെയായിരുന്നു. അപ്പം ഇങ്ങനെയൊരു കഥ, അതായത് 16,008 കല്യാണമൊക്കെ കഴിച്ചു എന്ന് പറയുന്നൊരു കഥ എന്തിനാണ് ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, കഥകളൊക്കെ കേൾക്കുമ്പം മനസ്സിലാക്കണം, ഈ കഥകളൊന്നും അതുപോലെ എടുക്കരുത്. എപ്പോഴും കഥകൾ കേൾക്കുമ്പോൾ മനസ്സിൽ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു ശ്ലോകം 12ാം സ്കന്ധത്തിൽ 3ാം അധ്യായത്തിൽ 14ാമത് ശ്ലോകമാണ്. നമ്മൾ കണ്ടു ആ ശ്ലോകം. ഒന്ന് ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറയണ്ടായി, എങ്കിലും ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അതായത് 12ാമത് സ്കന്ധത്തിൽ 3ാമത് അധ്യായത്തിൽ 14ാമത് ശ്ലോകത്തിൽ വേദവ്യാസ മഹർഷി തന്നെ പറയുന്നുണ്ട്, കഥായിമംസ്തേ കഥിതാ മഹീയസം വിധായ ലോകേഷിയശപരേഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയോ വിഭോ വജോ വിഭൂതിൻ നതു പാരമർത്യം. എന്താ പറയുന്നത്? കഥ ഇമാ കഥ, ഈ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന കഥകളെല്ലാം, കഥായിമ, ഈ കഥകളെല്ലാം വിധായ ലോകേഷു യശപരേയുഷാം, ഇവിടെ ജീവിച്ചിരുന്നവരുടെയും ശരീരം വിട്ടുപോയവരുടെയൊക്കെ കഥകൾ ഭാഗവതത്തിൽ പറഞ്ഞതൊക്കെ അവസാനം പറയുന്നു. നോക്കൂ, ഇതെല്ലാം വജോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം. വജോ വിഭൂതി എന്ന് പറഞ്ഞാൽ വജസ് എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ വിഭൂതിയാണ്. എന്ന് വെച്ചാൽ കുറേ, ഞാൻ ഇതിന് മലയാളത്തിൽ പറയാം, ആലങ്കാരികമായി പറഞ്ഞതാണ്. ഇതെല്ലാം ഒരു എക്സാഗ്രേഷനാണ്, ഇതെല്ലാം ഒരു എംബ്രോയിഡറിയാണ്, ഇതെല്ലാം ഇതിനെ ഒരു എന്താണ്, ഏതെങ്കിലും നടന്നൊരു സംഭവത്തെ കുറച്ചുകൂടിയും വിപുലീകരിച്ച് പറഞ്ഞതാണ്. ഇതിനെ ഒരിക്കലും പാരമാർത്ഥ്യം നതു പാരമാർത്ഥ്യം അതുപോലെ നിങ്ങൾ കരുതരുത്. അതായത് കഥയുടെ പിന്നാലെ പോവരുത്. പിന്നെന്തിനാ ഈ കഥ പറഞ്ഞത്? അതിൻ്റെ മുകളിൽ വരി നോക്കൂ, വിജ്ഞാന വൈരാഗ്യ. എന്തിനു വേണ്ടിയിട്ടാണ്?
അപ്പം ഇതിലൊരു വിജ്ഞാനമുണ്ട് എന്നർത്ഥം. ഈ വാക്ക് എപ്പോഴും മറക്കരുത്. കഥയിലൊരു വിജ്ഞാനമുണ്ട്. കഥയിലൊരു, ഇതാണ് ഹിന്ദുക്കൾ പൊതുവെ മനസ്സിലാക്കാതെ പോയത്. എവറി സ്റ്റോറി കണ്ടെയ്ൻ എ മോറൽ, എവറി സ്റ്റോറി കണ്ടെയ്ൻ സം ഫിലോസഫി. ഒരു ചില തത്വങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്. ഇതാണ് നമ്മൾ ഹിന്ദുക്കൾക്ക് ആരും പറഞ്ഞു തരാതെ പോയത്. അപ്പം നമ്മളൊന്നുകൂടി സൂക്ഷ്മമായി പഠിക്കണം ഈ കഥ. എന്താണ് 16,008 പിന്നിലുള്ള വിജ്ഞാനം, അല്ലേ? കഥയിലൊക്കെ വിജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഈ സ്റ്റോറിയിലും എന്തുണ്ട്? കൂടെ വന്നില്ലേ? നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കും. നിങ്ങൾ കഥകളിലൊക്കെ വിജ്ഞാനമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അല്പം ഒരു ചെറിയ ഷ്രൂഡ്നെസ് നമുക്ക് വേണ്ടേ? അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഈ കഥയിലും ഒരു ഏതുണ്ട്? വിജ്ഞാനമുണ്ട്. അതെന്താണ്? അങ്ങനെയല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ആണോ അല്ലയോ? ഒരു കോമൺ സെൻസ് വെച്ച് നമ്മൾ അങ്ങനെയല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഇതിൻ്റെ അകത്തും ഒരു വിജ്ഞാനമുണ്ട്. അതെന്താണ് ആ വിജ്ഞാനം? അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, കൃഷ്ണൻ ആദ്യം 8 പേരെ കല്യാണം കഴിക്കണം, മീൻസ് മര്യാദയ്ക്കുള്ള കല്യാണം. മറ്റത് 16,000 പേരെ അവർ പോകുന്നില്ല പറഞ്ഞപ്പോൾ സ്വീകരിച്ചു കൊണ്ടുപോകുന്നതാണ്. അപ്പം 16,000-ഉം ഒരു 8-ഉം പിന്നൊരു 16,000. ഈ 8 എന്നത് ഹിന്ദു മതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരക്കമാണ്. നിങ്ങൾ സംസ്കൃതത്തിൽ ഇതിനെ അഷ്ടം എന്ന് പറയും. ഈ അഷ്ടം വെച്ചിട്ടുള്ള പല 8 എന്നത് പല കാര്യങ്ങളുണ്ട് നമുക്ക്. ഏതൊക്കെയാണ് 8? അതായത് അഷ്ടം എന്നുള്ള പേരിൽ പല കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ് അറിയോ നിങ്ങൾക്ക്? ഏതൊക്കെയാണ് 8 അഷ്ടം വെച്ചിട്ടുള്ള പേരുകളിൽ എന്തൊക്കെയുള്ളത്? അവർക്ക് പറയൂ. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ തന്നെ, പ്രതിഷ്ഠ. അപ്പം നിങ്ങൾ കൃഷ്ണന്റെ വിഗ്രഹം കണ്ടില്ലേ? ആ വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുന്നതിനെ അഷ്ടബന്ധം എന്നാ പറയാ. എന്താണ്? അഷ്ടബന്ധ കലശം എന്നൊക്കെ കേട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? അഷ്ടക്കൂട്ടുകളിൽ. പിന്നെന്താണ്? അഷ്ടദ്രവ്യ ഹോമം ക്ഷേത്രത്തിലുണ്ടാവും. അഷ്ടപതി ഉണ്ടാവും. പിന്നെന്താണ്? അഷ്ടമംഗല്യ പ്രശ്നങ്ങളുണ്ട്, അഷ്ടമംഗല്യമുണ്ട്. പിന്നെ അഷ്ടലക്ഷ്മിയുണ്ട്. പിന്നെ അഷ്ടദിക്പാലന്മാരുണ്ട്. പിന്നെ 8 യോഗയുടെ 8 പടികളുണ്ട്. പതഞ്ജലി മഹർഷി പറയുന്ന 8 പടികൾ ഏതൊക്കെയാണ്? യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ഇപ്രകാരം 8 പടികൾ അല്ലേ? അതാണല്ലോ നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് 4-ാമത്തെ ദശകത്തിൽ തുടങ്ങുന്നത്. 4-ാമത്തെ ദശകം എങ്ങനെ തുടങ്ങുന്നത്? കല്യതം മമ കുരുഷ്യതാവതിം കല്യതേ ഭവദുപാസനം ത്വയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടിമാശു തുഷ്ടിയമാപ്നുയാം എന്ന് പറയുന്ന വരികൾ. അഷ്ടവിധ യോഗചര്യ, 8 വിധത്തിലുള്ള യോഗചര്യകൾ ഉണ്ട്. എന്നാൽ കൃഷ്ണൻ ഇവിടെ ഈ 8 വിവാഹം കഴിച്ചു എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള 8, അതിനെ പറയാ അഷ്ടദാ പ്രകൃതി എന്നാണ്. അഷ്ടദാ പ്രകൃതി. എനിക്ക് ഈ ഒരു കഥ ഭയങ്കര ഒരു എക്സൈറ്റഡ് കഥയായിട്ടാണ് തോന്നാറ്. കാരണം ഹൈലി ഫിലോസഫിക്കൽ ആൻഡ് ഹൈലി സയൻറ്റിഫിക് ആണത് ഈ കഥ. ഇവിടെ നിങ്ങൾക്ക് കാണാം 8-നെ കൃഷ്ണൻ വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് ഗീതയിലെ 7-ാം അധ്യായത്തിലെ 4-ാം ശ്ലോകം എടുക്കണം. ഭഗവാൻ തന്നെ ഇൻ്റർപ്രിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പമാണത് പഠിക്കാൻ. 8-ൻ്റെ വ്യാഖ്യാനം കൃഷ്ണൻ തന്നിട്ടുണ്ട്. എന്താണ് ശരിക്കും 8 എന്ന് പറഞ്ഞാൽ? ഗീതയിൽ 7-ാം അധ്യായത്തിൽ 4-ാം ശ്ലോകം. അപ്പം അതുകൊണ്ട് ഗീത വായിച്ചാൽ നിങ്ങൾക്ക് ഭാഗവതം വേഗം മനസ്സിലാവും. ഗീത പഠിക്കാതെ ഭാഗവതം മനസ്സിലാവില്ല. കാരണം ഗീതയാണ് ഭാഗവതത്തിൻ്റെ റെഫറൻസ് ബുക്ക്, ഒരു റെഡി റെക്കണ്. നമുക്കൊരു നോക്കിക്കൊണ്ട് വേണം ഭാഗവതത്തെ കൂടുതൽ മനസ്സിലാക്കാൻ. നിൽക്കട്ടെ, ഏതാണ് ഈ 8? അഷ്ടതാ പ്രകൃതി. ഭൂമിരാപോനലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയമ്മേ ഭിന്ന പ്രകൃതി അഷ്ടത. കണ്ടോ?
ഇപ്പൊ ഭൂമി രാപോ നലോ വായു ഖം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, പ്രകൃതി എന്ന് പറഞ്ഞാൽ ചലനമുള്ളതിനെയാണ് പ്രകൃതി എന്ന് പറയാം. എനിത്തിങ് മൂവിങ്, എനിത്തിങ് സെറ്റ് ഇൻ മോഷൻ, ദാറ്റ് ഈസ് നേച്ചർ. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഊർജമാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ ചലനമുള്ളതാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒഴുക്കുള്ളതാണ് പ്രകൃതി. മനസ്സിലാവുണ്ടോ? അപ്പം ഇവിടെ ചലനമുള്ളത് എന്തൊക്കെയാണ്? 5 കാര്യങ്ങൾക്ക് ചലനമുണ്ട്. ഭൂമി, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത എന്താണ്? ഭൂമി രാപ്പോ, ആപ്പോ, ആപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളം. പിന്നെന്താണ്? ഭൂമിരാപോ അനിലോ എന്ന് വെച്ചാൽ അഗ്നി, പിന്നെ വായു, പിന്നെ ആകാശം. നോക്കൂ, ഞാൻ കൃഷ്ണനെ നമിച്ചുപോയി. ആകാശവും ചലിക്കുന്നു എന്ന് കൃഷ്ണൻ 5000 വർഷം മുമ്പ് പറഞ്ഞത് ഇന്ന് മോഡേൺ ഫിസിക്സ് പഠിപ്പിക്കുന്നത് സ്പേസ് എക്സ്പാൻഡ് എന്നാണ്. സ്പേസ് ആൾസോ ഗെറ്റിംഗ് എക്സ്പാൻഡഡ്. സ്പേസ് വെറുതെ ഇരിക്കില്ല, ഇറ്റ് ഈസ് കീപ്പ് ഓൺ മൂവിങ് ആണ്. അപ്പൊ പ്രകൃതിയിൽ എല്ലാം ചലനാത്മകമാണ്. 5000 വർഷം മുമ്പ് കൃഷ്ണൻ പറയാണ് ആകാശവും ചലിക്കുന്നു. ഇന്ന് ഏത് ശാസ്ത്രജ്ഞനെ നിഷേധിക്കാൻ പറ്റും? അത് എന്തൊരു ബഹുമാനം വരും കൃഷ്ണനോട്. നോക്കൂ നിങ്ങൾ, സയൻസ് ഇത്ര എത്തിയിട്ടുള്ളൂ, ഫിസിക്സ് ഇത്ര എത്തിയിട്ടുള്ളൂ. ഫിസിക്സിന് എപ്പോഴും എക്സ്റ്റേണൽ ചലനത്തെ കാണാൻ പറ്റിയിട്ടുള്ളൂ. എന്നാൽ കൃഷ്ണൻ പറയുന്നു ഈ എക്സ്റ്റേണൽ ചലനം മാത്രമല്ല അവിടെ ഉള്ളത്, ഇൻറ്റേർണൽ ചലനമുണ്ട്. ചലനത്തെയെല്ലാം ഒരൊറ്റ കാറ്റഗറൈസിലേക്ക് കൊണ്ടുവരികയാണ് കൃഷ്ണൻ. 5 പഞ്ചഭൂത ചലനങ്ങളുടെയും. പിന്നെ അടുത്തത് പറയുന്നത് ഏതൊക്കെയാണ്? അടുത്തത് ഏതാണ് ചലനം? മനോബുദ്ധി അഹങ്കാരം എന്ന് പറയും. ഇപ്പം ഇവിടെ മനസ്സ് എന്നതിന് പ്രാണൻ എന്നർത്ഥം എടുക്കണം. എന്താണ്? പ്രാണൻ ചലിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ വരുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നു. ശരീരത്തിൽ അനസ്യൂതം ചലനം നടക്കുന്നത് കൊണ്ടാണ് വയറിലെ ഡൈജഷൻ നടക്കുന്നു. കുറേ വേണ്ടാത്തത് യൂറിനിലേക്ക് യൂറിൻ്റെ ബ്ലാഡറിൽ നിൽക്കുന്നുണ്ട് അല്ലേ? ഓരോന്നോരോന്ന് സ്റ്റോറേജിൽ പോകുന്നു ആണോ? കിഡ്നി അനസ്യൂതം ഫിൽട്ടർ ചെയ്യുന്നു, ഹാർട്ട് ബ്ലഡിനെ പമ്പ് ചെയ്യുന്നു, ലിവർ ബ്ലഡ് ഉണ്ടാക്കുന്നു ആണോ? പറയൂ. ഇതെല്ലാം പ്രാണപ്രവർത്തനം കൊണ്ടാണ്. അപ്പൊ പ്രാണൻ ശരീരത്തിൽ ചലിക്കുന്നുണ്ട്. ഇനി ആരാ ചലിക്കുന്നത്? മനസ്സല്ലെങ്കിൽ ബുദ്ധി. അതായത് വികാരങ്ങളൊക്കെ ചലിക്കുന്നു എന്ന് വെച്ചാൽ മനസ്സ് പല വികാരങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്. മനസ്സിനും എന്തുണ്ട്? ഏതുണ്ട്? ചലനമുണ്ട്. ഇനി ഞാനെന്ന അഹന്തയും ചലിക്കുന്നു. രാവിലെ ഉണരുന്നു, രാത്രി ഉറങ്ങുന്നു, എപ്പോഴും അത് കൂടെയില്ല. അപ്പം ഇവിടെ ചലനാത്മകമായ, ശ്രദ്ധിക്കണം, ചലനാത്മകമായ ആന്തരിക ബാഹ്യ പ്രകൃതികൾ 8 എണ്ണമാണ്. ഈ 8 പ്രകൃതിയാണ് കൃഷ്ണൻ്റെ 8 പത്നിമാര്. നോക്കൂ നിങ്ങൾ, എന്തൊരു ഗംഭീരമാണ്. അപ്പം കൃഷ്ണൻ്റെ 8 പത്നിമാരെന്ന് പറയുന്നത് ആന്തരികവും ബാഹ്യവുമായ 8 ചലനങ്ങളാണ്. ഇനി കൃഷ്ണൻ ആരാണ്? കൃഷ്ണൻ പറയുന്നു അടുത്ത വരിയിൽ, അപരേയമിതസ്ത്വന്യാം പ്രകൃതിം യാന്തി മേ. അടുത്ത വരിയിൽ എന്താ നോക്കൂ നിങ്ങൾ, ആണോ? ജീവഭൂത മഹാഭാഹോ യയേതം ധാര്യതേ ജഗത്. ഈ ചലനങ്ങളെയൊക്കെ നിരീക്ഷിക്കുന്ന, അറിയുന്ന ഒരു ബോധമുണ്ട്. നിരീക്ഷകനില്ലെങ്കിൽ നിരീക്ഷണമില്ല, നിരീക്ഷകനില്ലെങ്കിൽ നിരീക്ഷകനില്ല. ഒരു ഒബ്സർവർ ഉള്ളതുകൊണ്ടാണ് ഒബ്സർവേഷൻ ഉള്ളത്. ഇതൊക്കെ നിങ്ങൾ കൂളായിട്ട് എടുത്ത് പോകരുത്. കാരണം നിങ്ങളിലൊരു ബോധമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ അനുഭവിക്കാനും അറിയാനും കാണാനും സാധിക്കുന്നത്. കൃഷ്ണൻ പറയുന്നു ഞാൻ ഇതിൽ നിന്നെല്ലാം അപരേയം, വ്യത്യസ്തനാണ്. ഞാൻ പ്രകൃതിയെ, ശ്രദ്ധിക്കണം, ഞാൻ പ്രകൃതിയെ അറിയുന്നവനാണ്. ഞാൻ പ്രകൃതിയെ അറിയുന്നവനാണ്. പ്രകൃതി എന്നെ ആശ്രയിക്കുന്നു.
ഞാനില്ലെങ്കിൽ ഏതില്ല? പ്രകൃതിയില്ല. ഇവിടെയാണ് ഹിന്ദുക്കൾക്കൊരു വലിയ വീഴ്ച പറ്റിയത്. ആരും നമുക്ക് ആ ഉൾക്കാഴ്ച തന്നില്ല. അതുകൊണ്ട് എന്തു പറ്റി? നമ്മളിലുള്ള ഒരു അനന്തബോധത്തിലാണ് ഈ ചിന്തകളും മറ്റും കടന്നു പോകുന്നതെന്ന് നമ്മൾ ആരും അറിഞ്ഞില്ല. നമ്മളതിന് പകരം എന്ത് ചെയ്തു? ചിന്തകളോട് താതാത്മ്യപ്പെട്ട് ചേർന്ന് ആ ചിന്തകൾക്കനുസരിച്ചിട്ടുള്ള വികാരങ്ങളിൽ ഉയർന്നും താഴ്ന്നും അസ്വസ്ഥരായും ജീവിത ദുരിതങ്ങൾ അനുഭവിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒഴുകുന്നവരല്ല, ഒഴുക്കിനെ അറിയുന്നവരാണ്. നിങ്ങൾ ഒഴുക്കിനെ മനസ്സിലാക്കുന്നവരാണ്, ഒഴുക്കിനെ നിരീക്ഷിക്കുന്നവരാണ്. പക്ഷേ നിരീക്ഷകനായിട്ടല്ല ഇപ്പം നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ആ ഒഴുക്കിൽ പരീക്ഷിതനായിട്ട് പോവുകയാണ്. നമ്മൾ ആ ഒഴുക്കിൽ അങ്ങനെ ആഴ്ന്നിറങ്ങി പോവുകയാണ്. ആർക്ക് ഈ ഒഴുക്കിൽ നിന്ന് ഒരു പടി മാറി നിൽക്കാൻ സാധിക്കുന്നുണ്ടോ അന്ന് നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു. നിങ്ങൾ ദുരിതം അനുഭവിക്കുന്നതിന് കാരണം മനസ്സിലുള്ള ദുരിതങ്ങളോ അല്ലെങ്കിൽ പുറമേ നടക്കുന്ന കാര്യങ്ങളോ അല്ല. നിങ്ങൾ ഈ നടക്കുന്ന കാര്യങ്ങളെ അയവിറക്കാൻ മനസ്സിനെ അനുവദിക്കുന്നത് കൊണ്ടാണ്. കാരണം യുവർ മൈൻഡ് ഈസ് സോ വീക്ക്. നിങ്ങളുടെ മൈൻഡ് എത്ര കണ്ട് പോസിറ്റീവ് ആവുന്നുണ്ടോ, സ്ട്രോങ് ആവുന്നുണ്ടോ, സ്റ്റേബിൾ ആവുന്നുണ്ടോ, നിങ്ങളൊരു നിരീക്ഷകനായി മാറും. ഇതിനെ പറയും സാക്ഷിഭാവം എന്ന് പറയും. ഒരു വിറ്റ്നസ്സായി മാറും. അപ്പം നമുക്ക് അങ്ങനെ നിരീക്ഷിക്കാൻ സാധിക്കും. നമ്മൾ റോട്ടിലിരുന്ന് ഇവിടെ ഇരുന്നിട്ട് ഈ സ്ട്രീറ്റിലൂടെ പോകുന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾ കാണുന്നു അവർ വരുന്നതും പോകുന്നതും എന്നതുപോലെ മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്നതിനെയും കാണാൻ നമുക്ക് സാധിക്കുന്നൊരവസ്ഥയുണ്ട്. പക്ഷെ ഇത് പറയാൻ വളരെ എളുപ്പവും കൈവരിക്കൽ അത്ര എളുപ്പമല്ല. കാരണം താതാത്മ്യപ്പെട്ട് അത്ര അതിനോട് ലിങ്ക് ചെയ്ത് ഇനി അതിൽ നിന്നൊരു പടി മാറി നിൽക്കണമെങ്കിൽ സാധന അത്ര കണ്ട് ചെയ്യേണ്ടതുണ്ട്. മെനക്കെടണം, പണിയെടുക്കണം. കുറേ പണിയെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിൻ്റെ ഒഴുക്കിനനുസരിച്ച് പോവേണ്ടവനല്ല, മനസ്സിൽ നിന്നും മാറി നിന്ന് ഒഴുക്ക് കാണേണ്ടവനാണ്. ഒരു തോണിയിൽ യാത്ര ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് തോണിയെ ബാധിക്കുമ്പോൾ ഒബ്വിയസ്ലി ആ തോണിയിൽ ഇരിക്കുന്നവരെയും ആ ഒഴുക്ക് സ്വാധീനിക്കും. അതിൻ്റെ നേച്ചറാണ്. ആർക്കും അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? തോണി ഇളകി മറയുമ്പോൾ തോണിയിലിരിക്കുന്നവരും ആടി ഉലയാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ എപ്പോൾ നിങ്ങൾ ആ തോണിയിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്തു, നിങ്ങൾ ആ തീരത്തേക്ക് മാറിയോ, തിരിച്ചു നിങ്ങൾ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ വീണ്ടും കാറ്റിൻ്റെ ഓളത്തിൽ തോണി ആടി ഉലയും. പക്ഷെ ആ ആടി ഉലയലൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ഓളത്തിൽ നിന്നും മനസ്സിൻ്റെ ഒഴുക്കിൽ നിന്നും മാറി നിൽക്കാൻ കഴിവുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ല. യു ആർ ജസ്റ്റ് ബിക്കമിങ് എ വിക്ടിം ആൻഡ് സഫറിങ് സൈലൻ്റ്ലി. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദുരന്തമാണത്. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഒഴുക്കിൽ നിന്ന് മാറി നിൽക്കാൻ അതിനൊരു കഴിവ് നമുക്കുണ്ടാവണമെങ്കിൽ അതിന് ജപമല്ലാതെ ഒരു ഷോർട്ട് കട്ടുമില്ല. അതിനാണ് അമ്പലത്തിലൊക്കെ പോയി നല്ലവണ്ണം എന്ത് ശീലിക്കണം? ഈ ജപം എന്നതെന്ന് കൈവിട്ടോ അന്ന് ദുരിതങ്ങളുമായി. ജപിക്കുന്നത് എന്തിനാണ്? ജപിക്കുന്നത് മനസ്സിൻ്റെ വികാര വിക്ഷോഭങ്ങളിൽ നിന്നും പ്രക്ഷുബ്ധതകളിൽ നിന്നും മനസ്സിനെ മാറ്റിയെടുക്കാനുള്ള ഒരേ ഒരു മരുന്നാണ് ഏത് ജപം. അത് ശീലിക്കന്നെ വേണം, അല്ല എന്ത് ചെയ്യണം? അപ്പം ഭഗവാൻ പറയുന്നു, ഞാൻ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് നിരീക്ഷകനായ ബോധവും, രണ്ട് എപ്പോഴും വന്ന് നിന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്ന അനസ്യൂതം ചലിച്ചുകൊണ്ടിരിക്കുന്ന വികാരങ്ങളും ആണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. എന്താ ഉള്ളത്? നിരീക്ഷകനായ ബോധവും ചലിച്ചുകൊണ്ടിരിക്കുന്ന വികാരങ്ങളും. വികാരങ്ങളിൽ എത്ര നിങ്ങൾ താതാത്മ്യപ്പെട്ടു നിങ്ങൾ സഫർ ചെയ്യും. നിങ്ങൾക്ക് എത്ര കണ്ട് അതിൽ നിന്നും മാറി നിൽക്കാനുള്ള കരുത്തുണ്ടോ അത്രയും നിങ്ങൾ ജീവിതത്തെ ധന്യമാക്കും. അതുകൊണ്ട്
ഭാഗവതമൊക്കെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തിനാണ് ഭാഗവതം കേൾക്കുന്നത്? എന്തിനാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്? ഈശ്വരാനുഗ്രഹം ഉണ്ടാവണം. കൃഷ്ണൻ എപ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കുക? കൃഷ്ണൻ എങ്ങനെ അനുഗ്രഹിക്കുക? ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും ഒക്കെ പറയുന്നത് നാമം ജപിച്ച് 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 ഈശ്വരൻ്റെ അനുഗ്രഹം ഉള്ളിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. നമുക്കിപ്പോൾ കൃഷ്ണൻ അനുഗ്രഹിച്ചു എന്നെങ്ങനെ അറിയുക? അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്. കൃഷ്ണൻ പറയുന്നു, എന്ന് നിങ്ങളിൽ സമചിത്തത വരുന്നു അന്ന് എൻ്റെ അനുഗ്രഹം നിങ്ങളിലെത്തി എന്നർത്ഥം. അപ്പം സമചിത്തമായ ഒരു മനസ്സ് നേടിയെടുക്കുന്നതാണ്, അല്ലെങ്കിൽ അത് നമ്മളിൽ ഉണർന്നു കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഈശ്വരൻ്റെ അനുഗ്രഹം. നമ്മളിപ്പോൾ അതല്ല അനുഗ്രഹമായിട്ട് കാണുന്നത്. നമ്മളിപ്പോൾ എന്താ കാണുന്നത്? നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഭഗവാൻ മാറ്റിത്തരണം. ഭഗവാൻ ഇപ്പം നമ്മളെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഭഗവാൻ സെക്യൂരിറ്റി ഓഫീസറാണ്. ഭഗവാൻ നമുക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ തരണം, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ ഭഗവാൻ എന്ന് പറയുന്നത് ആമസോണാണ്. നമ്മളെന്ത് ഓർഡർ ചെയ്യുന്നോ അതൊക്കെ ഭഗവാൻ ഫ്ലിപ്കാർട്ടോ അല്ലെങ്കിൽ ആമസോണോ വഴി ഭഗവാൻ അത് കല്യാണം തരണം. ഓക്കെ, അയച്ചോളൂ, അയച്ചു തരാമെന്ന് കൊരിയർ. ഭഗവാൻ ഇപ്പോൾ നമുക്ക് വേണ്ടത് സപ്ലൈ ചെയ്യേണ്ട ഒരു ആമസോണോ അല്ലെങ്കിൽ ഒരു ഫ്ലിപ്കാർട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇങ്ങനെയുള്ള ഒരു ഓൺലൈൻ സെയിൽസ് സമ്പ്രദായം പോലെയോ, അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻഷുറൻസ്. രണ്ട് കാര്യമാണ് പലർക്കും. ഒന്ന്, സംരക്ഷണം തരണം. രണ്ട്, ഭഗവാൻ കല്യാണം, മക്കള്, വീട് എല്ലാം ആര് ചെയ്തു തരണം? എന്തോ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ. ഈ രണ്ട് കമ്പനിയുടെ മുതലാളിയായിട്ടാണ് ആരെ നിങ്ങൾ കാണുന്നത്? ആരെ കാണുന്നത്? കൃഷ്ണനെ കാണുന്നത് അല്ലേ? ഭൂരിപക്ഷ ആളുകൾക്കും കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയുടെ GM-ഉം അത് സെക്യൂരിറ്റി തരണം. രണ്ടാമത്തത് ആമസോൺ കമ്പനിയുടെ മെയിൻ ആളും. ഓർഡർ ചെയ്യുന്നതൊക്കെ കൃഷ്ണൻ കൃത്യമായി. അതിന് നമ്മൾ 2 രൂപയുടെ അല്ലെങ്കിൽ 5 രൂപ എത്ര കയ്യിൽ കിട്ടുച്ചാൽ അത് ഒഴിഞ്ഞ് എത്ര വേണേയും കൊടുക്കാം. ഇത്രയും ഒരു ലോട്ടിട്ട് എല്ലാം വാങ്ങിക്കാൻ പറ്റുന്ന ഒരേ ഒരു അവതാരം, തരുന്ന അവതാരം ആരാണ്? എന്തോന്നും വേണ്ടാത്ത നിങ്ങൾ. അതാണ് ആളുകളുടെ ഭക്തി എന്ന് പറയുന്നത്. ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അച്ഛനമ്മമാർ ഇതാ കാണിച്ചു കൊടുത്തത്. എന്നാൽ ഭഗവാൻ പറയണു, നിങ്ങളുടെ ജീവിതത്തിൽ മനോബലം കൂടുന്തോറും നിങ്ങൾ സങ്കല്പിക്കുന്ന കാര്യങ്ങൾ കിട്ടും. മനോബലം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കരുത്ത് നിങ്ങളിൽ ഉണ്ടാവണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് അമ്പലത്തിൽ പോകുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പ്രായം കൂടുന്തോറും മനസ്സിന് ബലം വന്നിട്ടില്ലെങ്കിൽ, മനസ്സിലായില്ലേ, ഭഗവാൻ തന്നെ കയ്യിൽ കിട്ടിയ 2 തരും നിങ്ങൾക്ക്. കാരണം ഭഗവാൻ പറയണത് എൻ്റെ ഭക്തൻ ഒരിക്കലും തളരുകയില്ല എന്നാണ്. അപ്പം നമ്മൾ തളർന്നു കഴിഞ്ഞാൽ ഭഗവാൻ പറയും ഇതെൻ്റെ ഭക്തനല്ല എന്നുള്ളത്. കൈ ഒഴിയും ഭഗവാൻ. അപ്പം ഭഗവാന്റെ ഭക്തനായിട്ട് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? എന്ത് പ്രതിസന്ധി വന്നാലും പ്രയാസം വന്നാലും തളരാതെ, അത് തളരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ തളരുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേണ്ടാത്തത് ചിന്തിക്കുമ്പോഴാണ് തളരുന്നത്. ആ സ്ഥലത്ത് എന്ത് വെക്കണം? വേണ്ടാത്ത ചിന്തയ്ക്കുമാരെ എന്ത് വെക്കണം? നാമൊക്കെ ആ സമയത്ത് വരുമോ? നല്ല മുട്ടുവേദനയുള്ള ഒരാൾക്ക് നാമം വരുമോ ആ സമയത്ത്? അതിനാണ് നേരത്തെ തന്നെ നാമജപത്തിൻ്റെ ഒരു കലവറ എവിടെ ഉണ്ടാവണം? എവിടെ ഉണ്ടാവണം? ഉള്ളിലുണ്ടാവണം. അപ്പം ദിവസവും കുറച്ച് സമയം നാമം ജപിച്ച് ജപിച്ച് ഉള്ളിൽ അത്രയും ഒരു സ്റ്റോറേജ് ഉണ്ടാക്കണം. ഇനി 16,000 എന്ന് പറയുന്നത് ആരാണ്? 16 ഹിന്ദു മതത്തിലുണ്ട്. 16നെ വികാരങ്ങൾ എന്നാ പറയുക. ഈ ക്ഷേത്രങ്ങളിലും ഉണ്ട്. എന്ത്? ഷോഡശോപചാര പൂജ എന്ന് പറയും. പിന്നെ ഹിന്ദു മതത്തിൻ്റെ ഒരു അടിസ്ഥാനം തന്നെ ഈ 16ആണ്. നിങ്ങൾക്കറിയുമെന്നറിയില്ല, ഷോഡശ സംസ്കാരം എന്നൊരു വാക്ക് ഹിന്ദുക്കൾക്കുണ്ട്. കേട്ടിട്ടുണ്ടോ? 16. എന്നാൽ ഭാഗവതത്തിൽ 16ന് പേര് കൊടുത്തത്, അല്ലെങ്കിൽ അർത്ഥം കൊടുത്തത്, പേരല്ല അർത്ഥം കൊടുത്തത് വികാരമാണ് ഷോഡശം. അപ്പം 16,000 ചിന്തകൾ എന്നർത്ഥം. 8 പ്രകൃതിയും 16,000 വികാരങ്ങളും. ഇതാണ് കൃഷ്ണൻ്റെ 16,008 ഭാര്യമാര്. ഇത് എവിടുന്നാണ് എനിക്ക് കിട്ടുന്നത് ഈ വ്യാഖ്യാനം എന്നതാണെങ്കിൽ, 7-ാം സ്കന്ധം 7-ാം അധ്യായം 22-ാമത് ശ്ലോകത്തിൽ
പ്രഹ്ലാദൻ പറയുന്നുണ്ട്, പ്രഹ്ലാദൻ പഠിപ്പിക്കുന്നുണ്ട് അസുര കുട്ടികളോട് പറയുന്നത്, ഞാൻ പറയുന്നത് നിങ്ങളൊരു പുസ്തകം ഉണ്ടാവില്ല, എന്നാൽ എഴുതി വെക്കാം നിങ്ങൾക്ക്. 7-ാം സ്കന്ധം 7-ാമത് അധ്യായം 22-ാമത് ശ്ലോകത്തിൽ പറയും, അഷ്ടോ പ്രകൃതയ ത്രയ ഏവ ഹി തദ്ഗുണ വികാരാഷോഡശാചാര്യ പുമാൻ ഏക ഈയതേ എന്നൊരു ശ്ലോകം ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അഷ്ടോ പ്രകൃതയ. 8 പറഞ്ഞാൽ അർത്ഥമെടുക്കേണ്ടത് പ്രകൃതിയാണ്, 8 പ്രകൃതിയാണ്. അതാണ് ഗീതയിൽ നമ്മൾ കണ്ടത്, ഭൂമിരാപോ നലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയമ്മേ ഭിന്ന പ്രകൃതി അഷ്ടത എന്ന് ഗീതയിൽ പറയുന്നു 8 പ്രകൃതിയെക്കുറിച്ച്. ഇനി വികാരാഷോഡശ, വികാരം ഷോഡശ വികാരങ്ങളാണ്, ചിന്തകളാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി നിൽക്കുന്നു ഭഗവാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഭഗവാനാകുന്ന പൂർണ്ണബോധം ഇതിൽ നിന്നെല്ലാം ഉയർന്നു നിൽക്കുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് രണ്ടിലും ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും. ഒന്നുകിൽ വികാരത്തിനടിമപ്പെട്ട് ജീവിക്കാം, അല്ലെങ്കിൽ നാമസ്മരണത്തിലൂടെ വികാരങ്ങളെ അതിവർത്തിച്ചുകൊണ്ട് അതിനെല്ലാം തരണം ചെയ്യാനുള്ള മനോബലവും നേടിയെടുക്കാം. ആരിൽ അനുഷ്ഠാനം കൊണ്ട് സമചിത്തത ഉണ്ടാവുന്നുണ്ടോ അവരെ ഈ വികാരങ്ങളൊന്നും സ്വാധീനിക്കുകയില്ല, തളർത്തുകയില്ല. അതാണ് പണ്ടുള്ളവർ പറഞ്ഞത്, ആരിൽ മനോബലമുണ്ടോ അവരെ ഒരിക്കലും ഒരു വികാരത്തിനും തളർത്താൻ സാധിക്കില്ല. പാലം കുലുങ്ങിയാലും കിളം കുലുങ്ങില്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഒരു മനോബലമുള്ള ഒരാൾക്ക് ഒരു തരത്തിലുള്ള പ്രകൃതിയുടെ പ്രശ്നങ്ങളും അവരെ അലട്ടുകയില്ല. ഈ ഒരു മാനസികാവസ്ഥ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് വികസിപ്പിച്ചെടുക്കണ്ടേ, അത് ഉയർത്തിയെടുക്കണ്ടേ? വേണോ വേണ്ടയോ? നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം തീരണോ, പരിശീലിച്ചുകൊണ്ട് കരുത്ത് നേടണോ? ഏതാ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കും. പ്രാർത്ഥിച്ചുകൊണ്ട് സമയം ഒരു എല്ലാ പ്രശ്നങ്ങളും തീരുന്നു വിചാരിക്കാൻ നിങ്ങളൊരു പൊട്ടനാണ്, നിങ്ങളൊരു വിഡ്ഢിയാണ്. കാരണം ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ട് ആരുടെ പ്രശ്നങ്ങളും തീർന്നിട്ടില്ല, തീർക്കാൻ ഒരു ഭഗവാനും സാധിക്കുകയില്ല. ഭഗവാൻ കൃഷ്ണൻ പോലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യമില്ല, എനിക്ക് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഭാഗവതം എടുത്താൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. പക്ഷേ ഭൂരിപക്ഷം ആളുകളും ഭാഗവതം നോക്കിയിട്ടല്ല അമ്പലത്തിൽ പോകുന്നത്. അവർ മുമ്പേ ഗമിച്ചീടിന ഗോപു തൻ്റെ പിമ്പേ ഗമിക്കും ബഹു ഗോക്കളല്ല എന്ന് പറഞ്ഞാൽ പോലെ ആദ്യം അച്ഛൻ പോയി, പിന്നെ അമ്മ പോയി, അച്ഛൻ്റെ അമ്മയുടെയും പിന്നാലെ മക്കൾ പോയി, മക്കളുടെ പിന്നാലെ അവരുടെ മക്കൾ പോയി. ഇതെന്തിനാ പോകുന്നത് ചോദിച്ചാൽ എല്ലാവരും പോകണു, നമ്മളും പോകണു. അല്ല, എന്താ അങ്ങനെയൊക്കെ പോയ കാര്യങ്ങളൊക്കെ നടക്കും, പിന്നെ നടക്കും. അതാണ് ആളുകളുടെ ഒരു ധാരണ. പക്ഷേ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിലൂടെ മനസ്സിലാക്കും, പ്രായത്തെ മാറ്റിയെടുക്കാനോ വരുന്ന പ്രശ്നങ്ങളെ തട്ടിമാറ്റാനോ ആർക്കും സാധ്യമല്ല. കാലവും കർമ്മവും അത് ആർക്കും മാറ്റം വരുത്താൻ പറ്റാത്ത 2 ശക്തികളാണ്. ഏതാണ്? കാലവും കർമ്മവും. കാലവും കർമ്മവും ജീവിതത്തിൽ ആർക്കും, പ്രായത്തെ ആർക്ക് മാറ്റിപ്പിടിക്കാൻ പറ്റും? ഒരുപക്ഷെ കുറച്ച് പെയിൻ്റൊക്കെ തേച്ച് കഴിഞ്ഞാൽ അത്ര ഇല്ല നിങ്ങൾക്ക് തോന്നും, പക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലാവും, ഇല്ലേ? കാണുന്നവർക്ക് മനസ്സിലാവും എന്ത് ഇത് 16 വയസ്സൊന്നല്ല. അതുകൊണ്ടാണ് ഒരു ആള് മറ്റൊരാളോട് പറഞ്ഞു, കണ്ടിട്ട് എത്ര പ്രായം തോന്നുന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ മുഖം, തല കണ്ടാൽ ഒരു 16 വയസ്സ്, മുഖം കണ്ടാൽ ഒരു 30 വയസ്സ്, ഉടൽ മൊത്തം കണ്ടാൽ 50 വയസ്സ്, ഇതെല്ലാം കൂടി കൂട്ടിയാലാണ് നിങ്ങളുടെ പ്രായം എന്ന്. ഇത് തമ്മിൽ ചേരണ്ടേ? ഇതിന് തമ്മിൽ യാതൊരു ചേർച്ചയും വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, പുറത്തൊക്കെ നമുക്ക് ഇത്തിരിയൊക്കെ ഫാഷൻ ആയാലും അകത്ത് കരുത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് നേടിയിട്ടും കാര്യമില്ല. മനോബലമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സർവധനാൽ സമ്പത്ത്. സർവധനങ്ങളിലും വെച്ചിട്ടുള്ള സമ്പത്താണ് ഇത് മനോബലം. മനോബലം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുക ആൾക്കാർ. അഹങ്കാരം കൊണ്ടും മനോബലമുണ്ട്, ഇല്ലേ? ഓവർ കോൺഫിഡൻസ് എന്ന് പറയും. മക്കൾ ബൈക്ക് എടുത്ത് പോകുന്നു, അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസ് പോകുമ്പം അവർ മനോബലം എന്നാണ്.
അത് മനോബലമല്ല, അത് എടുത്ത് ചാട്ടത്തിൻ്റെ അഹങ്കാരമാണ്. അഹങ്കാരം കുറേ കൊണ്ടുപോയാൽ മനുഷ്യനെ, ഇപ്പം നോക്കുക, ഒരു പെൺകുട്ടി ഒരു പയ്യനെ ഇഷ്ടപ്പെട്ടു, അച്ഛനും അമ്മയും പറയാതെ ഞാൻ അവൻ്റെ കൂടി ജീവിക്കുള്ളൂ, നിങ്ങളെക്കാൾ സ്നേഹം അവനാണ്. ഒരു മാസം മുഴുവനായിട്ടില്ല, തമ്മിൽ തെറ്റി പിരിഞ്ഞിങ്ങോട്ട് തന്നെ വരുമ്പോൾ, അല്ല നീയല്ലേ പറഞ്ഞു അവനാണ് സ്നേഹം എന്നുള്ളത്, അത് അന്ന് എനിക്ക് അങ്ങനെ തോന്നിപ്പോയിന്ന്. പിന്നെയാണ് മനസ്സിലായത്, അണ്ടിയോടടുത്തപ്പോഴാണ് മാങ്ങയുടെ പുളി മനസ്സിലായത്, അടുത്തപ്പോഴാണ് മനസ്സിലായത് സ്വഭാവം അത്ര ശരിയല്ല. അപ്പം ഇതൊക്കെ എടുത്തു ചാട്ടം കൊണ്ട് നമുക്ക് പലതും ശരിയാണെന്ന് തോന്നും, പക്ഷേ അനുഭവം കൊണ്ട് മനസ്സിലാവും നമുക്ക് പലതിനെയും നേരിടാനുള്ള മനോബലം ഇല്ല. യുദ്ധക്കളത്തിലേക്ക് വരുന്ന അർജുനനും മനോബലം ഉള്ള പോലെയാണ് സംസാരിക്കുന്നത്. സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയാന്ന്. എന്നാൽ അതേ അർജുനൻ തന്നെയാണ് വേപദുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം സംസദേഹസ്ഥൽ എന്നൊക്കെയുള്ള ശ്ലോകങ്ങൾ ഗീതയിൽ നമ്മൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് ഈ മനോബലം തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളൊരു വാക്കാണ്. കാരണം അഹങ്കാരത്തിൻ്റെ എടുത്തുചാട്ടവും മനോബലമായി തോന്നും. മനോബലം എന്നാൽ ഒരു പ്രക്ഷുബ്ധതയിലും മാനസിക താളം തെറ്റാതെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് മനോബലം എന്ന് പറയുന്നത്. അത് എടുത്തുചാട്ടത്തിൻ്റെ അല്ല, അതൊരിക്കലും അഹങ്കാരത്തിൻ്റെ അല്ല, അത് പക്വതയുടേതാണ്. അതുണ്ടാവണമെങ്കിൽ അതിന് നാമജപ സ്മരണങ്ങൾ നിരന്തരം കൊണ്ടു നടക്കണം. ഇപ്പം 16,008 ഭാര്യമാരെന്ന് പറഞ്ഞാൽ 8 പത്നിമാരെന്ന് പറയുന്ന പ്രകൃതിയും 16,000 വികാരവും ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇതിനെല്ലാം ചലിപ്പിക്കുകയും അതിനെല്ലാം അടിസ്ഥാനമായി നിൽക്കുന്ന ഒരു കൃഷ്ണൻ നമ്മളിലെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കി ആ കൃഷ്ണശക്തിയിലേക്ക് നമ്മളെ ഉയർത്താൻ നമുക്ക് പ്രചോദനം നൽകുന്ന കഥയാണ് ഭാഗവതത്തിലെ കൃഷ്ണൻ്റെ 16,008 വിവാഹത്തിൻ്റെ കഥ. ഇത്രയും മതി, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.